ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ നമസ്കാരം, മീനാക്ഷിയാണ്. ദീപനാളം ചാനലിന്റെ എല്ലാ ആശംസകളും. ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് ഞാനല്ല, അമ്മയുടെ റെസിപ്പിയാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പറയാൻ വന്നു എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത്ര അങ്ങ് സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രോ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടാക്കുന്നതെല്ലാം അമ്മ തന്നെയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കഞ്ഞിക്കുടി അച്ചാറാണ്. അപ്പൊ എന്താണ് ഈ കഞ്ഞിക്കുടി അച്ചാർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ പേര് പോലെ തന്നെ കഞ്ഞി കുടിക്കാനാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചോറിനും പൊതിച്ചോറിനും ഒക്കെ ഇത് അടിപൊളിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സമയം കളയണ്ട, നമുക്ക് എങ്ങനെ കഞ്ഞിക്കുടി അച്ചാർ ഉണ്ടാക്കാം. ഇതിനൊരു എല്ലാം അരിഞ്ഞു പിറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിൽ നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ പെട്ടെന്ന് നമുക്ക് ഒരു കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ കഞ്ഞിക്കുടി അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം ഒന്ന് കാണാം. ഇന്ന് നമ്മളിത് ഒരു സിമ്പിൾ അച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കഞ്ഞി കുടിക്കാനൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ഇത് മാങ്ങ അച്ചാർ അല്ലേ അമ്മേ? ഇത് എന്താ ചെയ്തേക്കുന്നത്? രാവിലെ ഉപ്പ് തിരുമ്മി വെച്ചു. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു 1/2 കിലോ മാങ്ങ അല്ലെ? 1/2 കിലോ മാങ്ങ വാങ്ങിച്ചോ. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് അത് കറി വെക്കാൻ പറ്റാഞ്ഞോണ്ട് ഞങ്ങൾ 1/2 കിലോ മാങ്ങ അങ്ങ് അച്ചാറാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് കഞ്ഞിക്കുടി അച്ചാറാണ് ഉണ്ടാക്കുന്നത് അല്ലെ? ചോറ് കൊണ്ടുപോകാനും ഒക്കെ നല്ല പൊതിക്കൊക്കെ നല്ല അല്ലെ? അപ്പൊ ഇത് വെറുതെ എടുത്തിട്ട് എന്തോ ഉപ്പ് ഇട്ടു ഇതിന്റെ അകത്ത്? 1 സ്പൂൺ ഉപ്പ്. 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് തിരുമ്മി ഇന്ന് രാവിലെ വെച്ച് വൈകുന്നേരത്തെ അച്ചാറിടാൻ പോവാണ്. അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അടിപൊളി അച്ചാർ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് അങ്ങ് കണ്ടേക്കാം അല്ലെ? അങ്ങനെ നമ്മളത് കടുക് വറുത്തിട്ട വെളുത്തുള്ളിയും പച്ചമുളകും വറ്റൽമുളകും ഒക്കെ അങ്ങനെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് 1, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലേ? 1/2 സ്പൂൺ എരിവെള്ള മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ അടുപ്പിൽ തന്നെ കേട്ടോ. നമ്മൾ ചില അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് ഉണ്ടാക്കണേ. ഇത് തീ വളരെ കുറച്ചിട്ട് അടുപ്പിൽ തന്നെ വെച്ച് ജസ്റ്റ് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിവിടെ അച്ചാറിന് ഇഞ്ചി ഇടാറില്ല. പക്ഷേങ്കിൽ ഇഞ്ചി ഇടണം എന്നുള്ളവർക്ക് ഇടാം. നമ്മൾ ഒരു അച്ചാറിന് ഇവിടെ ഇഞ്ചി ഇടാറില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇഞ്ചി ഇടാത്തത്. പിന്നെ നമ്മളിത് രാവിലെ എടുത്തു വെച്ച മാങ്ങ അല്ലെ? കുറച്ച് വെള്ളമൊക്കെ പോലെ ഉണ്ട് അതിന്റെ അകത്ത് അല്ലെ? ഉപ്പിറങ്ങിയുണ്ട്. അപ്പൊ അതും കൂടി ഇതിന്റെ അകത്തേക്ക് ഇട്ടു. തീർന്നില്ലാത്ത പരിപാടി ഇനിയുണ്ട്, കുറച്ച് പരിപാടികൾ കൂടി. ഇനി നമ്മളിത് 1/2 സ്പൂൺ ഉലുവാപ്പൊടി ഇടുക അല്ലേ? ഉലുവാപ്പൊടി വേണം, പിന്നെ കായം വേണം അല്ലെ? ഇത്രയും കായം കൂടെ 1/2 സ്പൂൺ കായം അല്ലെ? 1/2 സ്പൂൺ കായം. ഉലുവാപ്പൊടി 1/2 സ്പൂൺ തന്നെ ഇട്ടല്ലേ? ഉലുവായും 1/2 സ്പൂൺ, കായം 1/2 സ്പൂൺ ഇട്ടു. അത് രണ്ടും കൂടി ഇട്ടു. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണിത്. അപ്പൊ ഇതൊരു ചെറു തീയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മള് അടുപ്പേന്ന് മാറ്റിയിട്ടില്ല. സിമ്മിൽ നന്നായിട്ട് ഏറ്റവും തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് ഇട്ടു. ഇനി ഇതിന്റെ അകത്ത് ഉപ്പ് വേണോ? ഇനി നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം മാങ്ങയിൽ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചേക്കണം. അതുകൊണ്ട് നോക്കിയിട്ടേ ഇനി ഉപ്പിടാവുള്ളൂ. ഇത് നന്നായിട്ട് ഇത് പെരട്ടിയെടുത്ത് ഇതിപ്പോ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അതാണ് അത് ഈ അച്ചാറിന്റെ പ്രത്യേകത. നമുക്ക് അച്ചാറിലത് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി. ഇതിങ്ങനെ വർഷങ്ങളോളം ഇരിക്കുന്ന അച്ചാറൊന്നും അല്ല, ഓൺ സ്പോട്ട് അച്ചാറാണ്. ഇപ്പൊ ഉണ്ടാക്കി ഇപ്പൊ തന്നെ കഴിക്കാം. അല്ല, എന്നാലും ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. പഴകണതിനേക്കാളും നല്ലത് ഇങ്ങനെ കഴിക്കാനാണ്. ഈ അച്ചാറിന്റെ രുചി അങ്ങനെയാണ്. സ്വല്പം തിളച്ച വെള്ളം കൂടി ഒഴിക്കാം. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, നല്ല തിളച്ച വെള്ളം, ഒരു ലേശം. കാരണം അതിന്റെ ഒരു ഇച്ചിരി ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്രേവി അല്ല, ഒരു കുഴമ്പൻ രീതിയിലേക്ക് ആകാൻ വേണ്ടി ഒരു ലേശം തരി വെള്ളവും കൂടെ നമ്മൾ അങ്ങ് ഒഴിച്ചു. അമ്മയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് മതിയായില്ല, അപ്പൊ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു. മതി. ഇനി അതങ്ങ് ഇരുന്ന് കുറുകി സെറ്റ് ആയിക്കോളൂ. അച്ചാറൊക്കെ ഒന്ന് ഇരിക്കണം അല്ലെ? അതെ. ഇത് പക്ഷെ ഇന്ന് ചോറിനാനായിട്ട് ഇത് എടുക്കൂട്ടോ ഞങ്ങൾ എന്തായാലും. ഈ അച്ചാറിന് നമ്മൾ ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ലേശം വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണേ ചേർത്താൽ മതി അല്ലെ? ഒരു ടേസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലേശം വിനാഗിരിയും കൂടെ അങ്ങ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് സമയമാണ് ഇത് കറക്റ്റ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആയോളൂ. അരിഞ്ഞു പിറക്കി വെച്ച സമയം വേറെ, അതുകൊണ്ടാണ്. പക്ഷേങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മളിത് അച്ചാർ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് ഒരു മാങ്ങ എടുത്ത് അരിഞ്ഞിട്ട് വേണേലും ഇച്ചിരി ഒരു അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അച്ചാർ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി. അപ്പൊ ഇന്നത്തെ കഞ്ഞിക്കുടി അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇതിന് ഒരു പാടുമില്ല, എളുപ്പം ഉണ്ടാക്കാം. നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന 1, 2 മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കഞ്ഞിക്കുടി അച്ചാർ ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതൊരു ലാർജ് ക്വാണ്ടിറ്റി ഒരിക്കലും നമ്മൾ ഉണ്ടാക്കത്തില്ല. കാരണം ഇതൊരു 2 ആഴ്ചയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് മാറിയിട്ട് നമുക്കിത് അത് കൊള്ളത്തില്ല. കാരണം ഇത്
ഉണ്ടാക്കി ഉടനെ കഴിക്കുന്ന ഒരു മാക്സിമം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ, മാക്സിമം 2 ആഴ്ച വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കത്തില്ല. പിന്നെ എന്താണ്, കുറച്ച് മാങ്ങയൊക്കെ കിട്ടും, 1-2 മാങ്ങയൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് ഈ കഞ്ഞുകൂടി മാങ്ങ അച്ചാർ. അപ്പം ഇത് സദ്യകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പൊതിച്ചോറിൽ മിക്കവാറും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് കറിയുടെ കൂടെയും സെറ്റ് ആവുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ്. കഞ്ഞി കുടിക്കാൻ ബെസ്റ്റാണ്. പിന്നെ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചക്കൊക്കെ പള്ളിയിൽ കഞ്ഞിയില്ലേ, ആ കഞ്ഞിക്കകത്ത് ഈ കഞ്ഞുകൂടി അച്ചാറും പയറും കൂടി ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അതിനൊരു വല്ലാത്ത ടേസ്റ്റാണ്. അപ്പം അങ്ങനെ പല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഈ കഞ്ഞുകൂടി അച്ചാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ശുഭദിനം.